ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ. ഞാൻ ഇന്ന് വന്നത് എന്തിനാന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ, ഇതിലും കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അത് ഹോം സ്റ്റൈൽ കേക്കാണ്. വളരെ ചെലവ് കുറഞ്ഞ ഒരു കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനു വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് റവ എടുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. പിന്നെ 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട്. 1/4 കപ്പ് തൈര് എടുത്ത് വച്ചിട്ടുണ്ട്. 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയില്, പിന്നെ ചെറി. അത് അവരവരുടെ കണക്കിന്. ഞാനൊരു കുഞ്ഞ് ബൗളിന് ഇതെടുത്ത് ഒരു കുഞ്ഞ് ബൗളിന് ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു മിനിറ്റ് അടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടിച്ചു വെച്ച റവയാണ്, അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ 1/2 കപ്പ് പാലും പാല് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇത് വളരെ എളുപ്പവും അതുപോലെ വളരെ ടേസ്റ്റുമാണ്. ഇത് നമ്മൾ നല്ല പോലെ യോജിപ്പിച്ചിട്ട് 1 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ ഈ റവ എല്ലാം ഒന്ന് കുതിർന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. അത് 1 ടീസ്പൂണാണ് എടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് പാല് കുറച്ചുകൂടെ ചേർക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂണ് പാലും കൂടെയാണ് എടുത്തേക്കുന്നത്. അത് എല്ലാം വേണ്ടി വരില്ല, കുറച്ച് ഇനി 1/2 ടേബിൾ സ്പൂൺ മിച്ചമായിരിക്കുന്നത്. അത് 2 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് കട്ടിയാകുന്നെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ബാക്കി ഇരുന്ന പാലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് റെസ്റ്റിന് വെച്ച് അതിന് ശേഷം ഇതിൽ ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് 7 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി
തട്ടി കൊടുക്കാം. ബൗൾസ് എല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടി തട്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് അരച്ചു വിട്ട് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അത് സ്റ്റൗ ഓൺ ചെയ്ത് 5 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് അടച്ചു വെച്ച് ഫുൾ തീയിൽ 10 മിനിറ്റ്, പിന്നെ സിമ്മിൽ വെക്കണം. കേക്ക് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. നല്ലതുപോലെ ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഇത് എടുക്കാം. പുറത്തേക്കെടുത്ത് അരമണിക്കൂർ തണുത്തതിന് ശേഷം മറ്റൊരു ട്രേയിലേക്ക് മാറ്റാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ, ഇതിലും ചെലവ് കുറഞ്ഞ് ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത്രയ്ക്ക് ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഈ കേക്ക്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്താണ്. ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ.